പ്രായമുള്ളവർക്ക് ചില കണ്ണിൽ ബാധിക്കുന്ന അസുഖങ്ങളെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് കുറച്ചു നേരം നിങ്ങളോട് സ്പെൻഡ് ചെയ്യാൻ നോക്കുന്നത്. സാധാരണഗതിയിൽ 60 വയസ്സ് കഴിയുമ്പം കോമൺ ആയിട്ട് വരുന്ന കാഴ്ചയെ ബാധിക്കുന്ന അസുഖങ്ങളാണ് കോമൺലി നമുക്ക് കാണുന്ന കാറ്ററാക്ട്, കണ്ണിൽ പ്രഷർ കൂടുന്ന അസുഖം ഗ്ലോക്കോമ, ഡയബറ്റീസ് ഉള്ളവർക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി. അതാണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന 3 അസുഖങ്ങൾ. അതിനെപ്പറ്റി ഒന്ന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. ഗ്ലോക്കോമയെ പറ്റി ഞാൻ ആദ്യം പറയാം. ഗ്ലോക്കോമ സാധാരണ 65 വയസ്സ് കഴിഞ്ഞ് ബാധിക്കുന്ന ഒരു അസുഖമാണ്. എല്ലാവർക്കും വരാൻ സാധ്യതയില്ല, കുറച്ചൊരു ശതമാനം ആൾക്കാർക്ക് വരാം. പക്ഷേ കണ്ണിൻ്റെ ഞരമ്പിൽ ബാധിക്കുന്ന ഏത് അസുഖം പോലും ഇനീഷ്യലി അതിനൊരു പെയിനോ വേറെ കാഴ്ചക്കുറവായിട്ട് പ്രത്യേകിച്ച് നമുക്ക് അറിയാൻ പറ്റില്ല. കണ്ണിൻ്റെ ഞരമ്പിൽ ബാധിക്കുന്നതുകൊണ്ട് ഞരമ്പിന് വരുന്ന തകരാറ് നമുക്ക് പോയ കാഴ്ച തിരിച്ച് കിട്ടാൻ വഴിയില്ല. അതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ അത് കണ്ടുപിടിച്ച് ചികിത്സിക്കാനാണ് നമ്മുടെ എയിം. ഗ്ലോക്കോമ എന്ന് പറഞ്ഞ അസുഖം യൂഷ്വലി 65 വയസ്സ് കഴിഞ്ഞ് വന്നാലും എല്ലാവർക്കും വരണമെന്നില്ല. പക്ഷെ ഡയബറ്റീസ് ഉള്ളവർക്ക് അത് വരാനായിട്ട് റിസ്ക് കൂടുതലാണ്. 65 വയസ്സെന്ന് പറഞ്ഞാൽ ഏത് പ്രായത്തിലും ഈ അസുഖം വരാം. കണ്ണാടിക്കടയെ ചെക്ക് ചെയ്യാതെ ഒരു ഐ ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്യുമ്പോഴാണ് യൂഷ്വലി കണ്ണിലെ പ്രഷർ കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്നത്. ഗ്ലോക്കോമയുടെ ഒരു ഫസ്റ്റ് ഒരു പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കും, കണ്ണിലെ പ്രഷർ കൂടുന്നതാണ്. പല കാരണങ്ങൾ കൊണ്ടാവാം, പക്ഷെ കണ്ണിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടിയ കണ്ണിൻ്റെ ഞരമ്പ് ബാധിക്കുന്നതാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. കണ്ണിൻ്റെ ഞരമ്പ് ഈ കൂടിയ പ്രഷർ കൊണ്ട് ദ്രവിച്ചു പോകുമ്പോൾ നമ്മുടെ സൈഡിലെ കാഴ്ചയാണ് ബാധിക്കുന്നത്. ഈ സൈഡ് കാഴ്ച പോകുമ്പം നമുക്ക് നോർമലായിട്ടുള്ള ആക്ടിവിറ്റീസ്, ഡ്രൈവിങ്ങും റീഡിങ്ങും ഒക്കെ ഡിഫിക്കൾട്ട് ആവും. അപ്പം ഞരമ്പിലെ അസുഖം എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച ചികിത്സ തുടങ്ങിയാൽ പോയ കാഴ്ച ചിലപ്പോൾ അധികം കിട്ടാൻ പറ്റിയില്ലെങ്കിലും ഇനി മുന്നോട്ട് കാഴ്ച കുറയാതെ നോക്കാൻ പറ്റും. റെഗുലറായിട്ട് ഐ ചെക്കപ്പും 50 വയസ്സ് കഴിഞ്ഞ് എന്തായാലും വർഷത്തിൽ 1-2 പ്രാവശ്യം കണ്ണ് ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ കോമൺ ആയിട്ട് കാഴ്ച ബാധിക്കുന്ന വേറെ ഒരു അസുഖമാണ് കാറ്ററാക്ട്. കാറ്ററാക്ട് തിമിരം എന്ന് പറയുന്നത് കണ്ണിൻ്റെ ലെൻസ് കട്ടിയാവുന്നതാണ്. അത് സത്യം പറഞ്ഞ ഒരു അസുഖമല്ല, പ്രായമാകുമ്പോൾ എല്ലാവർക്കും വരുന്നതാണ്. ഒരു 55 വയസ്സ് കഴിയുമ്പോൾ എല്ലാവർക്കും വരും. അതൊരു നോർമൽ ഒരു ഏജ് ചേഞ്ച് ആണെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി അതിന് ഓപ്പറേഷനേ ഉള്ളൂ ചികിത്സ. ആ കട്ടി പിടിച്ചിരിക്കുന്ന ലെൻസ് മാറ്റി പുതിയൊരു ലെൻസ് കണ്ണിനകത്ത് വെക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഞരമ്പിന് വേറെ കുഴപ്പമില്ലെങ്കിൽ കാഴ്ച പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടും. ഈ തിമിരം എന്ന് പറയുന്ന പണ്ടത്തെ പോലെ ഒത്തിരി പ്രശ്നമുള്ള കേസല്ല. നമുക്ക് ഈ ഓപ്പറേഷൻ ഇപ്പോഴത്തെ വളരെ പുതിയ മെഷീൻസും വളരെ പുതിയ ലെൻസസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഓപ്പറേഷൻ വളരെ ചെറുതായിട്ട് ഒരു 15 മിനിറ്റിനുള്ളിൽ ഓപ്പറേഷനും തീരും. അടുത്ത ദിവസം തൊട്ട് നല്ല കാഴ്ച കിട്ടാനും സാധ്യതയുണ്ട്. ഇപ്പം ആർക്കാണെങ്കിലും പലതരം ഓപ്ഷൻസ് ഉണ്ട്. അപ്പം വലിയൊരു ഓപ്പറേഷനായിട്ട് ആലോചിച്ച് ആൾക്കാർ മാറ്റി വയ്ക്കാതെ ആ ഒരു ഇത് ചെയ്താൽ നമുക്ക് പ്രായം കൂടുന്തോറും വളരെ നല്ല കാഴ്ച നമുക്ക് കിട്ടാൻ സാധിക്കും. നമ്മുടെ പഴയ കാര്യങ്ങൾ, വായനയും വണ്ടി ഓടിക്കലും വെളി പോകുന്ന കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പറ്റും. ഡയബറ്റീസ് നമ്മുടെ നാട്ടിൽ വളരെ വലിയൊരു പ്രോബ്ലം ആയതുകൊണ്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി ഒരു ഇമ്പോർട്ടൻ്റ് അസുഖമാണ്. ഡയബറ്റിക് റെറ്റിനോപ്പതി നമ്മുടെ ഷുഗർ കൂടുന്നോ കുറയുന്നോ മാത്രമല്ല, എത്ര വർഷമായിട്ട് നമുക്ക് ഡയബറ്റീസ് ഉണ്ടോ. അപ്പോൾ 5 വർഷത്തിൽ കൂടുതൽ നമുക്ക് ഡയബറ്റീസ് ഉള്ളപ്പോൾ കണ്ണിൻ്റെ ഞരമ്പിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഡയബറ്റീസ് ഉള്ളവർക്ക് അല്ലെങ്കിലും കണ്ണിൻ്റെ എല്ലാ അസുഖവും സാധാരണക്കാരെക്കാട്ടി കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. തിമിരമായാലും ഗ്ലോക്കോമ ആയാലും. ഡയബറ്റിക് റെറ്റിനോപ്പതി വരുമ്പോൾ കണ്ണിൻ്റെ ഞരമ്പിൽ നീരോ ബ്ലീഡിങ്ങോ വരാൻ സാധ്യതയുണ്ട്. ഞരമ്പിൻ്റെ അസുഖമായത് കൊണ്ട് എത്രയും നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ കാഴ്ച നഷ്ടപ്പെടുന്ന മുമ്പേ നമുക്ക് ചികിത്സിക്കാൻ പറ്റും. അതിന് തന്നെ പ്രിവെൻറ്റീവായിട്ട് ട്രീറ്റ്മെൻറ്റ് ഇല്ലെങ്കിലും റെഗുലർ ഐ ചെക്കപ്പ് ആണ് അതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ്. പറഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ലെങ്കിലും എല്ലാ 6 മാസവും കണ്ണാശുപത്രിയിൽ പോയി കണ്ണ് ചെക്ക് ചെയ്യണം.